ഹായ് നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി എന്താണെന്ന്? അതെ, ചക്കപ്പായസമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ ചക്കപ്പായസത്തിന് വേണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വലിയൊരു ചക്ക വേണം. വലുതൊന്നും വേണ്ട കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ചക്ക നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. പിന്നെ നമ്മൾ ചക്ക നല്ലപോലെ വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന കേട്ടോ. ചക്കപ്പായസത്തിൻ്റെ ഒരു അളവിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് പച്ചരി വേണം. പച്ചരി 2 മണിക്കൂർ കുതിർത്തിട്ട് ഞാൻ വറുത്ത് എടുത്ത് അരിയാണ് കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ തേങ്ങ വേണം. ഒരു തേങ്ങ മൊത്തത്തിൽ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ചക്കപ്പായസത്തിന്. നല്ലപോലെ അരച്ച് അരവിയെടുത്ത് തേങ്ങ. പിന്നെ ഞാൻ 4 അച്ച് വെല്ലമാണ് കേട്ടോ എടുക്കുന്നത്. 4 അച്ച് വെല്ലമാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യം. പിന്നെ നമുക്ക് ഏലയ്ക്ക്, ഗ്രാമ്പു. പിന്നെ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരക്കണം. ഇതാണ് 1-ാം മുതൽ 2-ാം മുതൽ 3-ാം മുതൽ എടുത്തു. പിന്നെ നമുക്ക് അടുത്ത് നമ്മൾ അരി അരച്ചെടുക്കാം. നേരത്തെ അരി വെച്ചിട്ട് വെള്ളം കൂടി ചേർത്ത് നമ്മുടെ ഏലക്കായും ഗ്രാമ്പും ഇട്ട് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. നല്ലപോലെ അരക്കണം. അതാണ് അതിൻ്റെ രുചി. പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റൗ ഓണാക്കി നമ്മൾ ഉരുളി വെച്ചു. 2-ാം പാല് 3-ാം പാല് കൂടി 4 ഗ്ലാസ് ഉണ്ടാവും. അതിലേക്ക് നമുക്ക് നമ്മുടെ വെല്ലം ഇട്ട് ശർക്കര. നിങ്ങൾക്ക് മനസ്സിലായില്ല, ശർക്കര കേട്ടോ. നല്ലപോലെ അത് അതിലേക്ക് മെൽറ്റായി വരണം. നല്ലപോലെ അരിഞ്ഞ് ചേർക്കണം. പിന്നെ നല്ലപോലെ തിള വരും. നല്ലപോലെ തിള വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പം നല്ല മൊത്തത്തിലങ്ങ് മെൽറ്റായതിനു ശേഷം നമ്മൾ അരച്ച് വെച്ച് നല്ല ഇതേ കൺസിസ്റ്റൻസിയിൽ അരച്ച് വെച്ചായിരിക്കും നമുക്ക് അത് ഒഴിക്കാം. അത് ഒഴിക്കുമ്പോൾ തന്നെ ഒഴിച്ച് കുറച്ച് സമയമാകുമ്പോൾ ഈ തിളയൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ചുകൂടി തിക്കായി നമ്മുടെ ചക്കപ്പായസത്തിൻ്റെ. അതിനുശേഷം നല്ലപോലെ വൃത്തിയാക്കി അരിഞ്ഞ ചക്കയാണ്. അതുപോലെ അരിഞ്ഞ് വെച്ച ചക്ക ചേർത്ത് കൊടുത്തു. നല്ല മണം കേട്ടോ. ചക്ക ഞാൻ ചേർത്ത് കൊടുക്കുമ്പോൾ കഴിച്ച് കുറേ കഴിച്ചു. നല്ലപോലെ ഇളക്കാം. നല്ലപോലെ മിക്സ് ആക്കുക. പിന്നെ ചക്ക അങ്ങ് ഉടഞ്ഞു പോകാതെ വേണം കേട്ടോ മിക്സ് ആക്കാൻ. നല്ല വേവാണ് ചക്ക. ഒത്തിരി അങ്ങ് വേവണമെന്നല്ല, എന്നാലും ഉടഞ്ഞു പോകാതെ വേണം നമുക്ക് എടുക്കാൻ. ചക്കയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ആഹാ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മണമൊക്കെ വരും. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ബാലൻസ് ചെയ്യാൻ, മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പിട്ടെടുത്ത് ഒരു നുള്ളുപ്പ്. ഇതാക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ. ഇനി അടുത്തതായിട്ട് നമ്മൾ 1-ാം പാല്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമ്മുടെ 1-ാം പാല് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇച്ചിരി നേരം കൂടി ഒന്ന് തിള വരുമ്പം നമ്മൾ ഇനി ചേർക്കുന്നത് നമ്മുടെ നെയ്യാണ് കേട്ടോ. നമ്മുടെ നെയ്യാണ് ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത്. അങ്ങനെ ഇച്ചിരി നെയ്യും ചേർത്തു. നമ്മുടെ ചക്കപ്പായസം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കൂടണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.